നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ക്ഷേത്രത്തിൽ പോയി കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണേണ്ടതാണ്. ഹിന്ദു ശാസ്ത്രപ്രകാരം ഒരു ക്ഷേത്ര ദർശനം എന്നത് കേവലം ഒരു സന്ദർശനമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ ഈശ്വര ചൈതന്യവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. യഥാർത്ഥ ഹൈന്ദവ ആചാരപ്രകാരം ക്ഷേത്രത്തിനുള്ളിൽ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ മനോനിലയെക്കുറിച്ചാണ് പറയുന്നത്. പ്രാർത്ഥന എന്നത് ഒരു യാചനയല്ല, മറിച്ച് സമർപ്പണമാണ്. ഭഗവാന് മുന്നിലെത്തുമ്പോൾ എനിക്കത് തരണം, എനിക്കിത് തരണം എന്ന് ലിസ്റ്റ് നിരത്തുന്നത് പകരം എൻ്റെ കർമ്മങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു എന്ന ഭാവമാണ് വേണ്ടത്. ഇതിനെയാണ് ശരണാഗതി എന്ന് വിളിക്കുന്നത്. രണ്ടാമതായി പറയുന്നത് ദർശനം നടത്തുന്ന രീതിയെക്കുറിച്ചാണ്. പാദങ്ങളിൽ തുടങ്ങുക. ഭഗവാന്റെ രൂപം ദർശിക്കുമ്പോൾ ആദ്യം പാദങ്ങളിൽ നോക്കി വന്ദിക്കുക. പിന്നീട് ക്രമമായി മുകളിലേക്ക് നോക്കി മുഖപത്മത്തിൽ ദർശനം പൂർത്തിയാക്കുക. കണ്ണുകൾ തുറന്നു പിടിക്കുക. പലരും പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകൾ അടയ്ക്കാറുണ്ട്. എന്നാൽ ക്ഷേത്രത്തിൽ വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണുകൾ തുറന്ന് ഭഗവാന്റെ രൂപം ഹൃദയത്തിലേക്ക് ആവാഹിക്കണം. കണ്ണടച്ച് പ്രാർത്ഥിക്കേണ്ടത് ധ്യാനത്തിലാണ്. മൂന്നാമത്തെ രീതി കൈകൂപ്പുന്ന രീതിയാണ്, അതായത് അഞ്ജലി മുദ്ര. രണ്ട് കൈപ്പത്തികളും ചേർത്ത് ഹൃദയത്തിന് നേരെ പിടിക്കുക. കൈവിരലുകൾ ആകാശത്തേക്ക് നോക്കി നിൽക്കണം. ഇത് നമ്മുടെ ഇടപിംഗള നാഡികളെ സമതുലമാക്കി സുഷുപ്ന നാഡിയുടെ ഊർജം പ്രവഹിക്കാൻ സഹായിക്കുന്നു. നാലാമത്തേത് പ്രദക്ഷിണമാണ്. പ്രദക്ഷിണം എപ്പോഴും വലതുവശം ചേർന്ന് വേണം നടത്താൻ, അതായത് ക്ലോക്ക് വൈസ് ആയിരിക്കണമെന്ന് സാരം. വളരെ സാവധാനം ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് നടക്കുക. ഗർഭിണിയായ സ്ത്രീ തലയിൽ ഒരു പാത്രം വെള്ളവുമായി നടക്കുന്നത് എത്രത്തോളം ശ്രദ്ധയോടെ ആയിരിക്കണമോ അത്രയും ഏകാഗ്രതയോടെ വേണം പ്രദക്ഷിണം ചെയ്യാൻ. അഞ്ചാമത്തേത് നിശബ്ദത പാലിക്കുകയാണ്. ക്ഷേത്രത്തിനകത്ത് സംസാരിക്കുന്നത് ഒഴിവാക്കുക. ക്ഷേത്രമെന്നത് വലിയ ഊർജം നിലനിൽക്കുന്ന, അതായത് പോസിറ്റീവ് എനർജി നിലനിൽക്കുന്ന ഒരിടമാണ്. മൗനം പാലിക്കുന്നത് ആ ഊർജം നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ സഹായിക്കും. ആറാമത്തേത് തീർത്ഥവും പ്രസാദവുമാണ്. തീർത്ഥം സ്വീകരിക്കുമ്പോൾ വലത് കൈയുടെ ഉള്ളം കൈ കുഴിച്ചു പിടിച്ച് സ്വീകരിക്കുക. ഇത് കുടിച്ച ശേഷം കൈ തലയിൽ തുടയ്ക്കുന്നത് ഒഴിവാക്കി കണ്ണുകളിൽ ഒപ്പുകയോ അല്ലെങ്കിൽ വെറുതെ വിടുകയോ ചെയ്യുക. ഭസ്മമോ ചന്ദനമോ നെറ്റിയുടെ മധ്യഭാഗത്ത്, ആജ്ഞാചക്രം എന്ന് പറയുന്ന ഭാഗത്ത് ധരിക്കുക. ഏഴാമത്തേത് ദർശനത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയ ഉടനെ കാല് കഴുകരുത്. ദർശനത്തിലൂടെ ലഭിച്ച പോസിറ്റീവ് വൈബ്രേഷൻ കുറച്ചു നേരം കൂടി നിലനിൽക്കാൻ ക്ഷേത്രമുറ്റത്തോ അല്പനേരം ഇരിക്കുന്നത് ഉത്തമമാണ്. ക്ഷേത്രം ഒരു ഊർജ കേന്ദ്രമാണ്. അവിടെ പോയി കണ്ടച്ച് നിൽക്കുന്നതിനേക്കാൾ പ്രധാനം ആ ചൈതന്യത്തെ കണ്ണുകളിലൂടെ ആവാഹിച്ച് ഉള്ളിലേക്ക് സ്വീകരിച്ച് മനസ്സിൻ്റെ ഭഗവാനിൽ ലയിപ്പിക്കുക എന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.